പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ. ഈ വിളമ്പി വെച്ച സദ്യ നേരെ വേസ്റ്റിലേക്ക് പോകുന്നത്. വിളമ്പി വെച്ചത് കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ട് മാത്രം വേസ്റ്റിൽ പോയ സദ്യ. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പല കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ സദ്യ വേസ്റ്റായി പോകാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് വർഷത്തിൽ 365 ദിവസവും കേരള സദ്യ വിളമ്പാനായിട്ട് ചട്നി മാമി തയ്യാറെടുക്കുന്നത്. ഈ ബ്രാൻഡിന്റെ കൺസേണും സദ്യ വിളമ്പിയാല് വേസ്റ്റ് ആവരുത് എന്നുള്ള ഉദ്ദേശമാണ്. ഇവരുടെ നോ അഡ്മിഷൻ ബോർഡില്ലാത്ത കിച്ചണിലേക്ക് ഒരു ഹെഡ് ക്യാപ്പ് വെച്ചുകൊണ്ട് ഞാൻ ഒരു ചെറിയ കിച്ചൺ ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം സദ്യയല്ല, കേരള സദ്യ എന്ന കോൺസെപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഇലയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ഒരുപാട് അച്ചാറ് മുതൽ കറിവട്ടങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അതിൽ 3 തരം പായസവും ബോളിയും ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. അതായത് കേരളത്തിന്റെ പലതരത്തിലുള്ള സദ്യ രീതികളിൽ നിന്നുള്ള ഒരു പുതിയ അഡാപ്റ്റേഷൻ. അതായത് പല സ്ഥലങ്ങളിലെ കറികളും അതുപോലെ തന്നെ മറ്റ് പായസ വിഭവങ്ങളെല്ലാം ഒരൊറ്റ ഇലയിൽ ഒരുമിച്ച് വിളമ്പുന്ന ഒരു കേരള സദ്യ. ഇതിലെ പരിപ്പ് കറിയാണ് നിങ്ങൾ കാണുന്നത്. ആ കറിയുടെ നിറം കണ്ടില്ലേ, വെള്ള നിറമാണ്. അതിലേക്കായിട്ട് നെയ്യൊഴിച്ച് 2 പപ്പടം വിളമ്പിയിട്ടുള്ള മാന്യമായ രുചിയിൽ മത്ത് പിടിപ്പിക്കാത്ത തരത്തിൽ ശരീരത്തിനെയും മനസ്സിനെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു അടിപൊളി സദ്യ എനിക്ക് ഇവിടുന്ന് കഴിക്കാനായിട്ട് സാധിച്ചു. കഴിച്ച സദ്യ വേസ്റ്റ് ആക്കാതെ ഇല ഇതുപോലെ വൃത്തിയാക്കുന്നവർക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ടോക്കൺ ഓഫ് ലവ് ആണ് ഞാൻ ഈ കഴിക്കുന്ന ഇളനീർ പുഡിംഗ് കേട്ടോ. സദ്യ വേസ്റ്റിങ്ങിനെ തടയാനായിട്ട് അവർക്ക് കഴിയത്തില്ല, പക്ഷെ സദ്യ വേസ്റ്റ് ആക്കാത്തവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കൺസിഡറേഷൻ ഈ ഒരു ബ്രാൻഡിനുണ്ട്. വർഷത്തിൽ 365 ദിവസവും സദ്യ കിട്ടുന്ന ഈ ഒരു ലൊക്കേഷൻ നമ്മുടെ ട്രിവാൻഡ്രം കിളിമാനിന്റെ പുളിമാത്ത് MC റോഡിലുള്ള ചട്നി മാമി റെസ്റ്റോറന്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് മറക്കാതെ ഫോളോ ചെയ്യുക.